ഹലോ, നന്ദി ശ്രദ്ധിക്കുന്നത്. അടുത്തതായി സിനിമാറ്റിക് ഡാൻസിൻ്റെ ടീമിലെ റെപ്രസെൻറ്റേറ്റീവ് ആരാണ്? ശ്രുതി വായിച്ചോളാം. സിനിമാറ്റിക് ഡാൻസ് ശ്രീലക്ഷ്മി പി നായർ ടീം ഒരു 5 പേരുടെ സമ്മാനങ്ങൾ വാങ്ങിക്കുന്നതിനായി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ശ്രുതിയെ ക്ഷണിക്കുന്നു. DC മെമ്പർ സുശാന്ത് പ്ലീസ്. ഈ സമ്മാനം കൊടുക്കുന്നതിനായി DC മെമ്പർ സുശാന്ത് ക്ഷണിക്കുന്നു. 5 പേരുടെ സമ്മാനം. അടുത്തതായി നമ്മുടെ ആങ്കറിങ് ചെയ്ത 3 പേർക്കുള്ള ഒരു അനുമോദനം. ശ്രീമതി അശ്വതി പണിക്കർ സ്ഥലത്തില്ല, അഖില മധു ബാലകൃഷ്ണൻ, അവർ സ്വന്തം അച്ഛൻ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും സമ്മാനം. ഇവിടെ ഉള്ളത് ശ്രീലക്ഷ്മി മാത്രമാണ്. ശ്രീലക്ഷ്മി ക്ഷണിക്കുന്നു. അഖിലയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ശ്രീ മധു ബാലകൃഷ്ണൻ ക്ഷണിക്കുന്നു. 3 പേർക്കുള്ള സമ്മാനം കൊടുക്കുന്നതിനായി സതീശൻ പിള്ളை. ഹലോ, ശ്രീ രമേശ് നായർ മേഘം പൂത്തു തുടങ്ങി എന്ന ഗാനം ആലപിച്ച രമേശ് നായർക്ക് സമ്മാനം നൽകുന്നതിനായി DC മെമ്പർ ജയരാജനെ ക്ഷണിക്കുന്നു. ഈ ഗാനം ആലപിക്കുമ്പോൾ ശ്രീ രമേശ് ഭായ് ഈ ഗാനം ആലപിക്കുമ്പോൾ പറഞ്ഞു ക്ലാരയെ ഓർക്കണം എന്ന് പറഞ്ഞു. എന്താണ് ക്ലാര? പിന്നെ ആരൊക്കെയാണ് അതിലുള്ളത്? അതുപോലെ നമ്മുടെ മലയാള സിനിമയിൽ ഇറങ്ങിയ ഏറ്റവും പ്രണയത്തിനെ ഇത്രയും നല്ല രൂപത്തിൽ പ്രസന്റ് ചെയ്ത ഒരു സിനിമയാണ് അത് എന്നും മലയാളി മനസ്സിൽ അതി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒന്ന് നമ്മുടെ ജയകൃഷ്ണനും പിന്നെ ക്ലാര. അപ്പോൾ അത് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തോട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. അത് അവതരിപ്പിച്ച് അത്രയുള്ളൂ. ശരപ്പുളിമാല ചാർത്തി എന്ന ഗാനം ആലപിച്ച അമൃത എന്നിവയില്ല. നമ്മുടെ ഗ്രൂപ്പ് സോങ് പാടിയ 4 വനിതാമൻ ശ്രീമതിമാരെ ക്ഷണിക്കുകയാണ്. ഗ്രൂപ്പ് നാടൻപാട്ട് പാടിയ 4 പേരെ ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി സതീശൻ പിള്ളை ക്ഷണിക്കുന്നു. ഗ്രൂപ്പ് സോങ് പാടിയ 4 പേർ. സമ്മാനം നൽകുന്നതിനായി ശ്രീ സതീശൻ പിള്ളை. ഇവരുടെ 4 വരി പാട്ട് പാടാമെന്ന് പറയുന്നു. 4 വരി ഗാനം ആലപിക്കുന്ന നിശ്ചയിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് തീർക്കാം.
നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ സ്പിരിച്വൽ ക്ലാസ്സസ് ഒക്കെ നടത്തുന്നതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു 2 മിനിറ്റ് സംസാരിക്കുവാൻ നമ്മുടെ മെമ്പർ കൂടിയാണ് ശ്രീ പത്മനാഭനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഓണാഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാൻ ഇടയിൽ വരേണ്ടി വന്നു. കാരണം എനിക്ക് 7 o'clock വീട്ടിലെത്തണം. ഒരു വേറൊരു ക്ലാസ് ഉണ്ട്. ഞങ്ങളുടെ ചെന്നൈ മിഷൻ്റെ സ്റ്റേറ്റ് ലെവൽ ജില്ലാ ചാൻഡി കോമ്പറ്റീഷൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. അതുകൊണ്ടാണ് ഇടയിൽ കയറിയത്. സോറി അബൌട്ട് ഇറ്റ്. ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക്, അതായത് നമ്മളുടെ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, അതായത് ഈ വരും തലമുറയെ നമുക്ക് നന്നായി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ചിന്മയ മിഷൻ്റെ ഒരു സേവക്കാണ്. കല്യാണിലാണ് ഞങ്ങളുടെ സെൻറ്റർ. ഞാൻ താമസിക്കുന്നത് ഇവിടെ കുറുങ്ങാൾ ഗാർഡൻസിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളെ വീട്ടിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെയിലി നമ്മൾ എന്തൊക്കെ പ്രാർത്ഥനകൾ എന്തൊക്കെ ചെയ്യണം, രാവിലെ എഴുന്നത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെ ഭഗവാനായിട്ട് എങ്ങനെ സ്പിരിച്വലായിട്ട് കണക്ഷൻ വേണം, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ നോളജ്, അതിനെ ഒരു എന്താ പറയുക, മൈ പ്രയർ എന്നൊരു ബുക്കുണ്ട് ചിന്മയ മിഷൻ്റെ. വലിയൊരു ബുക്കാണ്. ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് സ്തോത്രാസ്, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ശാന്തി മന്ത്രാസ്, ഉപനിഷത്ത് മന്ത്രാസ്, അതുപോലെ സ്തോത്രങ്ങൾ, പിന്നെ ഗീത ചാൻഡിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ. അതായത് ഒരു പ്രതിഫലവും ഇല്ലാതെയാണ് ചെയ്യുന്നത്. ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വി ക്യാൻ ഗോ അഹെഡ്. ഹരി ഓം. താങ്ക് യു. പരിപാടിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ ശ്രീ എക്സ് ജിജി മെമ്പർ ജയകുമാർ സ്ഥലത്തിൽ വരുന്നു. നായർ സമാജ കുടുംബാംഗങ്ങളെ, എല്ലാ വർഷവും ഓണാഘോഷത്തിന് നായർ സമാജത്തിൻ്റെ പരിപാടികളിൽ ഞാൻ മുൻപന്തിയിൽ തന്നെ കൂടെ നിന്ന് പ്രവർത്തിക്കാറുള്ളതാണ്. ഈ വർഷം അത്യാവശ്യമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നാട്ടിൽ പോകേണ്ടി വന്നത് കാരണം വരാൻ പറ്റിയില്ല. അതൊരു വലിയ നഷ്ടമായിട്ട് തോന്നുകയാണ്. ഇനിയുള്ള ഇതുപോലുള്ള പരിപാടികൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതിൻ്റെ വിഷമം തീർക്കാൻ കുറച്ചെങ്കിലും ഇവിടെ വന്ന് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ശരിയെ ഇളക്കി മറിച്ച ഏറ്റവും അവസാനത്തെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. പ്രഗത്ഭരായ നൃത്ത സംവിധായകരുടെ ശിക്ഷണത്തിൽ ഞങ്ങൾ ജി സി മെമ്പേഴ്സ് എല്ലാം കൂടെ അവതരിപ്പിച്ച ഒരു ഡാൻസ് അറിയപ്പെട്ടതാണ്. നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ ഡാൻസിൻ്റെ കൂട്ടത്തിൽ വന്ന് നമ്മുടെ സ്റ്റേജ് തകർത്ത ഒരു കൊച്ചു പെൺകുട്ടി, ഒരു കൊച്ചു മിടുക്കി, അതിനെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഒന്നുകൂടെ അപർണ. ഒന്ന് മുന്നോട്ട് വരുമ്പോൾ അപർണ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ സഹകരിച്ചതാണ്. സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മാനം നേടിയതാണ്. നമ്മുടെ എല്ലാവരുടെയും ആവേശവും സന്തോഷവും എല്ലാം ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അപർണ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലുതായി നമ്മുടെ സോങ് ആൻഡ് ഡാൻസ് അവതരിപ്പിച്ച, ഗാനമാലപിച്ച ആദിത്യ നാരായണൻ, കുറേ ഡാൻസ് ടീമിൽ ഉള്ളവർ ആരെങ്കിലും ഉള്ളത് ആദിത്യ നാരായണൻ്റെ കേൾക്കുന്ന എല്ലാവരുടെയും ഓർമ്മ. അടുത്തതായി കൈകൊട്ടിക്ക് അവതരിപ്പിച്ച ടീമിനെ ക്ഷണിക്കുകയാണ്. ശ്രീമതി സരള രവീന്ദ്രനാഥൻ്റെ നേതൃത്വത്തിൽ രംഗത്ത് വന്ന 22 പേരുണ്ടായിരുന്നു ടീം. 22 പേര് എല്ലാവരും ക്ഷണിക്കുകയാണ്. ശാന്തി രാമചന്ദ്രൻ, സവിത സുനിൽ, ബിന്ദു ശിവശങ്കരൻ ഇവർക്കുള്ള സമ്മാനം നൽകുന്നതിനായി പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി,
ആൻഡ് വൈസ് പ്രസിഡന്റ് എന്നിവരെ ക്ഷണിക്കുന്നു. ട്രഷറർ ശ്രീ ശോഭനെ ക്ഷണിക്കുന്നു. അതിന് മുമ്പായി AOT ടീമിന് എന്തോ സംസാരിക്കാനുണ്ട്. ഞാൻ അതിന് സംസാരിക്കുന്നു. വളരെ പ്രാഥമികമായിട്ടൊന്നും പറയാനറിയില്ല. എങ്കിലും ഞാൻ ഇന്റർവ്യൂയുടെ 4th ബാച്ച് സ്റ്റുഡൻ്റാണ്. അത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലും അറിയില്ലായിരുന്നു. പിന്നെ നല്ല ടീച്ചറും ടീച്ചറും ഞങ്ങളോട് എപ്പോഴും പറയും, നീ നോക്കൂ, ട്രൈ ചെയ്യൂ 5 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല, ചെയ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചത്. സ്കിറ്റ് അവതരിപ്പിച്ച ശ്രീ സതീഷ് ആൻഡ് ടീമിനെ ക്ഷണിക്കുകയാണ്. അതിന് മുമ്പായി മാളവിക ജയകുമാറിനുള്ള സമ്മാനം സ്വീകരിക്കുവാൻ മാളവികയുടെ പിതാവ് ശ്രീ GC മെമ്പർ ജയരാജനെ ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി ട്രഷറർ ശ്രീ കൃഷ്ണകുമാർ. ഹലോ, സ്കിറ്റ് ടീമിൻ്റെ അഭിനേതാക്കളായ ജിഷ്ണു, ആദിത്യനാരായണൻ, നീരജ, ഡാൻസ് ടീമിലെ കുട്ടികളായിരുന്നു. ആരും വന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ പാട്ടുകാരിൽ സ്നേഹ ലേറ്റായിട്ട് വരാമെന്ന് വന്നിട്ടില്ല. ആരെങ്കിലും ബാക്കിയുണ്ടോ? ലേറ്റായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. സുധീഷ് വന്നിട്ടില്ല. സുധീഷ് മെല്ലെ മെല്ലെ മുഖപടം എന്ന പാട്ട് പാടിയ സുധീഷും വന്നിട്ടില്ല. ഹിമ, മധു, ചൈതന്യ എന്നിവർ സിനിമാറ്റിക് ഡാൻസ് ജൂനിയേഴ്സിൻ്റെ ടീം കളിച്ചിരുന്നവരാരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഡാൻസാണ്. 1400 പേരോളം ഇതുവരെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം. യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഈ വർഷത്തെ പരിപാടിയായപ്പോൾ ഏകദേശം 9000 കൂടുതൽ വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. നല്ലൊരു നേട്ടം തന്നെയാണ്. എല്ലാവരും യൂട്യൂബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിപാടിയിൽ മറ്റ് പറയാനൊന്നുമില്ല. സമയം അതിക്രമിച്ചതുകൊണ്ട് നിങ്ങൾ പ്രൈസ് എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പറയണേ, അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഇല്ലെന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരു ഗാനമാലപിക്കുകയാണ്. അധികം വളരെയധികം സെമി ക്ലാസിക്കൽ ഗാനം കൊണ്ടുവന്ന് പാടാൻ ആഗ്രഹിച്ച് വന്ന ആളാണ്. പക്ഷേ വേറെ പാട്ട് നമ്മൾ ഏൽപ്പിച്ചതുകൊണ്ട് അത് പാടാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാഫല്യമാക്കാൻ വേണ്ടി ഏതെങ്കിലും പാട്ട് മോഹനങ്ങളെ ും
പാടാൻ പറയുന്നതാണ്. നമ്മുടെ പരിപാടിയിലെ ഏറ്റവും അവസാനത്തെ ഗാനമായിരുന്ന ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്ന ഗാനം 4 വരി ആലപിക്കുന്നതിനായി നമ്മുടെ ഗീത നമ്പർ 3 സുധീർ വെള്ളാക്കി വെച്ചിരിക്കുന്നു. പുറത്ത് മഴയായതുകൊണ്ട് ആരും പോകുമെന്ന് വിചാരിച്ചാണ് പാട്ട് തുടങ്ങുന്നത്. പാട്ടുപാടികൾ ഓടി പോകുന്നില്ല. പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ടോ? ഗാനം പുലയങ്ങാർ മണിയമ്മ എന്ന ഗാനം ആദ്യം പറയുന്ന റിസർവ് ചെയ്ത പാട്ടാണ്. ഈ കമ്പൻ നമ്പ്യാർ പാടിയത് പൂവില്ല പൂന്തലില്ല എന്ന ഗാനമാണ്. ഇതിപ്പം പുതിയൊരു ഗാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഏതെങ്കിലും പുതിയ ഗാനം പഠിച്ചിട്ടുണ്ടോ? തുള്ളി ഒഴുകും വെള്ളിച്ചില്ലം വിതറി തുള്ളി തുള്ളി ഒഴുകും പൊഴിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊഴിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം
സംഗമം ഇലുങ്ങുന്ന ചിരിയിൽ മുഴുവന്ന പീലികൾ ഇലുങ്ങുന്ന ചിരിയിൽ മുഴുവന്ന പീലികൾ ചിറകുള്ള മിഴികൾ നനയുന്ന പൂവുകൾ മനസ്സിൻ്റെ ഓരം ഒരു മലയടിവാരം അതിലൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചിലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുഴ ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം
രാധാകൃഷ്ണൻ സാർ അതേപോലെ ക്ഷണിക്കുകയാണ്. കേരളീയ സമാജം പ്രസിഡന്റ്, കവി, ഗായകൻ, പ്രാസംഗികൻ, അങ്ങനെ നിരവധി കഴിവുകളിൽ പ്രാവീണ്യമുള്ള രാധാകൃഷ്ണൻ സാർ അനവലപിക്കുകയാണ്. സാറും ഇനി ആരും പാടുന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ആരും പാടില്ലെന്ന് പറയുന്നു. ഹലോ ഹലോ യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം. ഈ യുഗം കലിയുഗം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. ദൈവം മരിക്കുന്നു. ഈ യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം. ഈ യുഗം കലിയുഗം കാണാത്ത വിധിയുടെ ബലിക്കൽ പുരയിൽ കാലം മനുഷ്യനെ നടച്ചു വെച്ചു. കാണാത്ത വിധിയുടെ ബലിക്കൽ പുരയിൽ കാലം മനുഷ്യനെ നടച്ചു വെച്ചു. നിശ്ചയാം നിഴലിലെ മിണ്ടാത്ത നിഴലിൽ സത്യം പിന്തുടർന്നു. വെറുതെ പിന്തുടർന്നു. ഈ യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം. ഈ യുഗം കലിയുഗം. സാർ നമ്മുടെ GC മെമ്പർ ശ്രീ സുകുമാരൻ നായർ ഒരു ഗാനം ആലോചിക്കുമോ? കുറച്ച് വരികൾ മാത്രം. അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കുകയാണ് രണ്ടു വാക്ക് സംസാരിക്കാൻ. പാട്ട് തുടങ്ങുന്നതിന് മുൻപായി അതാണ് ഗായകർക്ക് കൊടുക്കാനുള്ള ഒരു ലെസൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. അതായത് നായർ വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു പ്രത്യേകത, ഞാനിപ്പോൾ ഒരു 11 വർഷമായിട്ട് ഇതിൻ്റെ ഈ കുട്ടികൾക്ക് വേണ്ട പ്രചോദനം ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലായത്, അതായത് നമ്മുടെ പ്രസിഡന്റ് മുതൽ ആഴത്തേക്ക് ഉള്ള എല്ലാ മെമ്പേഴ്സിനും ഒരു ഗുരുത്വം ഉണ്ട്. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും സെലക്ഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ടെൻഷൻ തോന്നാറുണ്ട്. അതായത് ഇവർ പാടുമോ, സ്റ്റേജിൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത് എന്നുവെച്ചാൽ മിക്കവാറും കുട്ടികളെല്ലാം പുതിയ പുതിയ കുട്ടികളാണ്. പഴയ കുട്ടികൾ പലരും കൂടെ വിട്ടുപോയി. എന്നാലും സ്റ്റേജിൽ വരുമ്പോൾ ഒരു ഗുരുത്വം നമ്മൾ കാണാറുണ്ട്. അതായത് പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും നന്നായ രീതിയിൽ നടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു ഗുരുത്വമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുകൂടാതെ പിന്നെ പ്രസിഡന്റ് പറഞ്ഞ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. ശ്രീകുട്ടിയുടെ കല്യാണം, അതായത് അവളുടെ ആലോചന വന്നപ്പോൾ തന്നെ അത് പലരും വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ശ്രീകുട്ടി അവളവിടെ നായർ വെൽഫെയർ അസോസിയേഷൻ ആംഗ്യമാണ് കുട്ടിയാണ്, നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ വീട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല, അവളെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. അത് നല്ലൊരു റെഫറൻസ് ആയിരുന്നു. അത് തമാശയായിട്ടാണ് ഒരുപക്ഷെ പറഞ്ഞെങ്കിലും അത് സത്യമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഒരുപാട് അവിടെ അന്വേഷിക്കേണ്ടത് വന്നിട്ടാണ് അവരും പറഞ്ഞത്, ഞങ്ങൾ പഴയ വീഡിയോ കണ്ടു, അവളെ നന്നായിട്ട് ആങ്കറിയാണ് കണ്ടു, അവളെ പിടിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇമ്പ്രഷൻ നമുക്ക് അവിടെ കിട്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി കുട്ടികൾ മുമ്പോട്ട് വരുന്ന ആങ്കറിങ്ങിലേക്ക്, അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചറിന് അത് വളരെ പ്രയോജനപ്പെടും. അതായത് സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതൊരു നല്ല റെഫറൻസാണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. കുട്ടികളെല്ലാവരും നന്നായിട്ട് പാടി ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വർഷത്തേക്ക് ഇതിപ്പോൾ മടക്കി വെച്ചിട്ട് ഇനി അടുത്ത ഓണാഘോഷമാകുമ്പോൾ കൊടുത്തിട്ട് എടുക്കാതെ വിചാരിക്കാതെ നിങ്ങൾ പുതിയ പുതിയ പാട്ടുകൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ മെച്ചമായിട്ട് പ്രോഗ്രാം നടത്താൻ പറ്റും നമുക്ക്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ
ഈ വർഷത്തെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം കുട്ടികളുടെ ശിവന്റെ ഡാൻസ് ആയിരുന്നു. മുള്ളുണ്ടിൽ അവതരിപ്പിച്ചത് നീരജ പറഞ്ഞ കറക്റ്റായിരുന്നു. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ പ്രോഗ്രാം വളരെ പ്രൊഫഷണലായിട്ട് ആ കുട്ടികൾ അവതരിപ്പിച്ചു. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അത് ബാക്കിയെല്ലാം മോശമാണെന്നല്ല പറഞ്ഞു, ബാക്കി എല്ലാ പ്രോഗ്രാം തന്നാലും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പ്രൊഫഷണലായിട്ട് അവർ ആ പ്രോഗ്രാം ചെയ്തു. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കൂടുതലൊന്നും സംസാരിക്കാനില്ല. താങ്ക് യു. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. വയലാർ എഴുതിയതാണ്. പനിനീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ നനയുന്നത് അഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ പനിനീർമഴ പൂമഴ തേന്മഴ. സുരേഷ് പറഞ്ഞ പോലെ നമ്മുടെ ഗായകരെല്ലാം എത്രയധികം പ്രാക്ടീസ് സമയത്ത് എത്രയധികം ബുദ്ധിമുട്ടിയാലും ശരി സ്റ്റേജിൽ കയറുമ്പോൾ അവർക്കൊരു ഗുരുത്വം ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും നന്നായി തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുമുണ്ട്. അടുത്തായി ഗാനം ആലപിക്കുന്നത് ശ്രീ സുകുമാരൻ നായർ, നമ്മുടെ ജി സി മെമ്പർ. നിന്റെ ചുണ്ടിൽ പുഞ്ചിരി പൂക്കുന്നു, എല്ലാ കണ്ണാടിൽ കുളിരിൽ Oh,
സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം അവലോകന പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്താൻ, ഈ മാഡ്വി സ്കൂളിൽ വെച്ച് നടത്താൻ നമുക്ക് സഹായ സഹകരണം ചെയ്ത മാഡ്വി സ്കൂൾ മാനേജ്മെൻറ്റ് ഡോക്ടർ ഓമനപ്പൻ സാർ, നമ്മുടെ NWയുടെ മെമ്പർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് NWയുടെ പേരിലും പിന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുകൂടാതെ നമ്മുടെ സൗണ്ട് സിസ്റ്റം രാജേന്ദ്രൻ ചേട്ടനാണ് കാസർഗോഡിലുള്ള. അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ നിശ്ചയമായിട്ടുള്ള സഹകരണത്തിന് NWയുടെ പേരിലും അതുകൂടാതെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തും. പിന്നെ ഉള്ളത് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും അതാണ് അത്യാവശ്യം. കാരണം വീഡിയോഗ്രാഫി ഇല്ലെങ്കിൽ പ്രോഗ്രാമിനൊരു മികവ് വരില്ല. അപ്പോൾ അത്തരമൊരു സഹായം, സപ്പോർട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഓണം പ്രോഗ്രാമെല്ലാം അവർ തന്നെയാണ് ചെയ്തത്. ഓറഞ്ച്, ശ്രീ അനീഷ് ആൻഡ് ടീം, അവർക്കും NWയുടെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ NW മെമ്പർ കൂടിയായ നമ്മുടെ പുതിയ ഫോട്ടോഗ്രാഫർ ഈ പ്രമോദ് ചേട്ടനോട് ഉണ്ടോ? പ്രമോദ് ചേട്ടന് നമ്മൾ ഫോട്ടോഗ്രാഫർ വേണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫി ഏറ്റവും മികവുറ്റ അത് ഫോട്ടോ കണ്ടതിന് ശേഷം ഞാനൊന്ന് പറയുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നന്ദി രേഖപ്പെടുത്തുന്നു ഏതായാലും. പിന്നെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഓണാഘോഷം, നമ്മൾ ഓണാഘോഷം നടത്തുക എന്ന ചിലരുടെ കാര്യമൊന്നുമല്ല. ഇതിനുവേണ്ടി ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ അനുകൂലമല്ലാത്ത കാലാവസ്ഥകളിൽ പോലും നമ്മുടെ ഓണ പ്രോഗ്രാമിനും അനുകൂലമായിരുന്ന കാലാവസ്ഥ ഇന്നും നമ്മൾ കാണാൻ സാധിക്കുന്നു. കൃത്യം 3 മണി മുതൽ നല്ല മഴ തുടങ്ങി. പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ ആത്മാർത്ഥതയോടുകൂടിയും അതുകൂടാതെ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടും നമ്മുടെ തന്നെ സ്വന്തം NW മെമ്പർമാർ, അതുകൂടാതെ തന്നെ അതിൻ്റെ പാർട്ടിസിപ്പൻസ്, കൊച്ചുകുട്ടികൾ, പാട്ട് പാടിയവരും ഡാൻസ് ചെയ്തവരും എല്ലാവരും നമ്മുടെ ഈ പ്രോഗ്രാമിൽ അവലോകനത്തിനും വന്നു. കൂടാതെ നമ്മുടെ ഓണാഘോഷത്തിനും പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരുടെ ആ കുട്ടികളും പാർട്ടിസിപ്പൻസിനും അവരുടെ പേരൻസിനും അവർക്കും നന്ദി രേഖപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. കാരണം അത്രയേറെ ഒരു മാസക്കാലമായിട്ട് അവർ കുട്ടികളുടെ കൂടെ നടന്നും അവരെ സപ്പോർട്ട് ചെയ്തും ഹെൽപ്പ് ചെയ്തും അത്
സാമ്പത്തികപരമായും ശരി, സമയം അനുസരിച്ചുള്ള രീതിയിലാണെങ്കിൽ ശരി, എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും സപ്പോർട്ടും NWA ചെയ്തുകൊണ്ട് അവർ നന്ദി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കടമയാണ്, NWAയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ കടമയാണെന്നുള്ളതുകൊണ്ട് അവർക്കും പേരൻസിനും പാർട്ടിസിപ്പൻസിനും NWAയുടെ പേരിൽ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ എല്ലാ NWA മെമ്പർമാർക്കും നായർ, ഇപ്പോൾ ചേട്ടൻ വേണുവേട്ടനാദ്യം പറഞ്ഞതുപോലെ തന്നെ നായർ സമുദായം ഇന്ന് നമ്മുടെ ഡോമിനിയിൽ കുറേശ്ശെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ മെമ്പർമാർ നമ്മുടെ കൂടെ ചേരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ നമ്മുടെ പല പരിപാടികളും നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ് രാമായണ പാരായണം. അതിലൊക്കെ വളരെ നല്ല രീതിയിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വേണുവേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്ന് നമ്മുടെ സഹസ്രനാമ പാരായണം, അത് എത്രയും വേഗം തന്നെ നമ്മുടെ NWAയുടെ ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിന് എല്ലാ NWA മെമ്പർമാരും സപ്പോർട്ട് ചെയ്യണം. അതിലേക്ക് കുട്ടികളെ, മാക്സിമം കുട്ടികളെയാണ് പങ്കെടുപ്പിക്കേണ്ടത്. കാരണം സഹസ്രനാമ ജപത്തിലൂടെ പനി മാറുമെന്നാണ് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കിതൊന്നും അറിയില്ലായിരുന്നു, നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹസ്രനാമത്തിലൂടെ അസുഖങ്ങൾ മാറ്റാനാണ്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളായതുകൊണ്ട് അതിന് പരിപൂർണമായ സപ്പോർട്ട് ഈ അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് ചേട്ടൻ പറഞ്ഞ പോലെ 360 ദിവസവും നമ്മൾ ഈ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു മെമ്പർമാരുടെ കയ്യിൽ നിന്ന്. കൂടാതെ ഗീതാപാരായണം ഇതുപോലുള്ള എല്ലാ സംരംഭങ്ങളും ഒന്നുകൂടി ഞാൻ വേണുവേട്ടൻ ആദ്യം പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതൊന്ന് നമ്മുടെ മെമ്പർമാരുടെ ഫോൺ നമ്പർ, അഡ്രസ്സ്, അതുപോലെ തന്നെ നെയിം ചേഞ്ച്, ഇത് ദയവായിട്ട് സമയാസമയങ്ങളിൽ NWAയുടെ മെയിൽ ID അയക്കുക. അല്ലെങ്കിൽ മൊയ്ച്ചേട്ടനെ വിളിച്ച് മൊയ്ച്ചേട്ടൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ മോഹനേന്ദ്രൻ ചേട്ടനുണ്ട്, മോഹൻ നായരുണ്ട്. അവരെ വിളിച്ച് അവരെ വ്യക്തമായും കൃത്യമായിട്ടും അറിയിക്കണം എന്നൊരു അപേക്ഷ കൂടി എല്ലാ NWA മെമ്പർമാരോടുണ്ട്. പിന്നെ കൂടുതൽ മെമ്പർമാരെ ചേർക്കാനുള്ള ഒരു കർത്തവ്യം കൂടി നമ്മുടെ പഴയ മെമ്പർമാർക്കുണ്ട്. അവർ മക്കളെയും സ്വന്തം മക്കളെയും മറ്റുള്ളവരെയും എല്ലാവരെയും മെമ്പർഷിപ്പ് കൊടുത്ത് മെമ്പർമാരാക്കി സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.